ഹലോ സുഹൃത്തുക്കളെ, സിയാറ്റ്ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു അടിപൊളി സ്ഥലമാണ്, അതായത് അമ്പനാട് ഹിൽസ്. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അവിടുത്തെ രീതികളുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം സുഹൃത്തുക്കളെ. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഞാൻ അമ്പനാട് ഹിൽസിലേക്ക് പോകാൻ തുടക്കമിടുന്നത് പുനലൂരിൽ നിന്നാണ്. പുനലൂരിൽ നിന്ന് നമ്മുടെ ചെക്ക് ഡാമൊക്കെ കണ്ട് അതുവഴി തെന്മല വഴിയാണ് അമ്പനാട്ടിലേക്ക് പോകുന്നത്. മനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം തന്നെയാണ്. ഇവിടെ നിന്ന് കഴുതുരുട്ടി ചെന്നിട്ട് കഴുതുരുട്ടിൽ നിന്ന് ഇടത്തോട്ടാണ് അമ്പനാട് എസ്റ്റേറ്റിലേക്ക് പോകുന്ന പാത. ഇതിനിടെ തന്നെ നമ്മുടെ എല്ലാ സിനിമകളിലും കാണിക്കുന്ന, എല്ലാ സിനിമകളെന്ന് പറയേണ്ട, ചില സിനിമകളിലൊക്കെ കാണിക്കുന്ന ഒരു നല്ലൊരു വൈബുള്ള സ്ഥലമുണ്ട്, ഒരു പാലം. അതും കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുകയാണ് സുഹൃത്തുക്കൾ. സുഹൃത്തുക്കളെ, അങ്ങ് ദൂരെയായി കാണുന്ന ഈ പാലമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതും ഒരു അടിപൊളി വൈബ് തന്നെയാണ് സുഹൃത്തുക്കളെ. കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ഒരു പാതയാണ്, അതും ട്രെയിൻ പാത. കൊല്ലത്ത് നിന്നാണ് ഈ ട്രെയിൻ പാത തുടക്കമിടുന്നത്. ഇത് തെങ്കാശി വഴി, തെന്മല വഴി, തെങ്കാശി വഴി മധുരയിലേക്ക് പോകുവാനും അതുപോലെ തമിഴ്നാട്ടിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് പോകാനും ഈ ഒരു പാതയാണ് ഇതുവഴി പോകാനുള്ളവർക്ക് എളുപ്പം. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ അമ്പനാട് ഹിൽസിലേക്ക് പോകാനുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ റൂട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണം കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. ആനയാണ് കൂടുതലും, പല മൃഗങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാലും ഏത് നിമിഷവും മുന്നിൽ ആന പ്രത്യക്ഷപ്പെടാം എന്നുള്ള രീതിയിലുള്ള റൂട്ടാണ് ഇത്. അതുകൊണ്ട് തിരഞ്ഞെടുക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് പോയാൽ നല്ലതായിരിക്കും. ഹലോ സുഹൃത്തുക്കളെ, ഈ അമ്പനാട്ടിൻ്റെ കാടുകൾ കാണാൻ പ്രത്യേക തരം ഒരു സുഖമാണ്. കാരണം മനോഹരമായ താഴ്വരകളും മലകളുമാണ് ഇതിൽ കൂടുതൽ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഞങ്ങൾ വന്നത് ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ നമ്മളെ ഇവിടെ എല്ലാം കൊണ്ട് ചുറ്റിക്കറങ്ങി കാണിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ സൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ കാണുന്ന മയിലാണ്. ഒരു മയിലല്ല, ഒരു 6-7 എണ്ണം ഉണ്ട്. അപ്പോൾ ആ മയിലിനെ ഒത്തിരി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇവനെ കിട്ടാൻ പറ്റിയത്. ഇതൊരു കാട്ടുപന്നിയാണ് സുഹൃത്തുക്കളെ. ഇതിങ്ങനെ ഇതുവഴിയൊക്കെ വന്ന് പെട്ടെന്ന് ചാടി ഓടി അങ്ങ് പോവും. എന്നാലും ഇവിടെയുള്ള ഈ ആൾക്കാർ ഇതിനെ ഒന്നും അങ്ങനെ ചെയ്യത്തില്ല. അതുകൊണ്ട്
ഇതിങ്ങനെ ചുറ്റിപ്പറ്റി ഇവിടുത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ തിന്ന് ഇങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ്. അതും നമുക്ക് കാണാൻ ഭാഗ്യമുണ്ടായി സുഹൃത്തുക്കളെ എന്ന് വേണം പറയാൻ. കാര്യം എന്ന് പറഞ്ഞാൽ ഈ വന്ന വഴിക്ക് ഒരു അനിമൽസിനെ പോലും നമുക്ക് കാണാനുള്ള ഭാഗ്യം തന്നില്ല. അതുകൊണ്ട് ഇതെങ്കിലും നമുക്ക് കിട്ടിയത് ഒരു നല്ല വൈവായി തോന്നി സുഹൃത്തുക്കളെ. ഉറക്കമണിറ്റ് രാവിലെ തന്നെ കണ്ടതാണ് ഈ കാഴ്ച സുഹൃത്തുക്കളെ. എന്ത് മനോഹരമായിരിക്കുന്നു. ഇതെല്ലാം കണ്ട് ഒരു കാപ്പിയും കുടിച്ച് നമ്മൾ നേരെ കുളിക്കാനാണ് അടുത്ത പോയത്. പോർച്ചുഗീസ് കാലത്ത് അവർ പണി ചെയ്യിപ്പിച്ച ഒരു ബംഗ്ലാവിൻ്റെ സ്വിമ്മിംഗ് പൂളിലാണ് സുഹൃത്തുക്കളെ നമ്മൾ കുളിക്കാൻ പോയത്. നോക്കൂ സുഹൃത്തുക്കളെ, അടിപൊളി മനോഹരമായ ഒരു സ്ഥലമാണിത്. ഇവിടെ എത്ര കണ്ടാലും മതി വരാത്ത ഒരു താഴ്വരയാണ് സുഹൃത്തുക്കളെ. മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ മലപ്രദേശങ്ങൾ കാണാനും പച്ച പിടിച്ച് കിടക്കുന്ന ഈ കാടുകൾ കാണാനും എന്ത് മനോഹരമാണ് സുഹൃത്തുക്കളെ.
എന്നാൽ തന്നെയും ഇവിടുത്തെ ആംബിയൻസ് കണ്ടും സൂപ്പറാണ്. കോടമഞ്ഞൊക്കെ ഇറങ്ങി നല്ല തണുപ്പുണ്ട് സുഹൃത്തുക്കളെ. ഈ സമയത്ത് കാണാനുള്ള ഈ ഭംഗി അതുകൊണ്ട് വേറൊരു സുഖം തന്നെയാണ് സുഹൃത്തുക്കളെ. നല്ല തണുപ്പുമുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ അമ്പനാട് ഹിൽസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒറ്റ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാൻ സുഹൃത്തുക്കളെ. ബൈ.